പശ്ചിമേഷ്യയെ ഒന്നടങ്കം ഭീതിയിലാഴ്ത്തിക്കൊണ്ട് വീണ്ടും ഒരു യുദ്ധ സാഹചര്യത്തിന് നിഴലിലാണ് ഗൾഫ് മേഖല. കലുഷിതമായ ഈ അന്തരീക്ഷത്തെ കൂടുതൽ വഷളാക്കിക്കൊണ്ട് തെക്കൻ ഇറാനിലെ വിവിധയിടങ്ങളിൽ നിന്നും ശക്തമായ സ്ഫോടന വാർത്തകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമായതിന്റെ റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഒന്നിനു പുറകെ ഒന്നായി പുറത്തുവരുന്ന ഈ സ്ഫോടന പരമ്പരകൾ ഇതിനകം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ഇറാന്റെ തന്ത്രപ്രധാനമായ തുറമുഖ നഗരമായ ചബഹാറിലും രാജ്യത്തിന്റെ ഏക ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ബുഷറിലും പരിസര പ്രദേശങ്ങളിലുമാണ് പ്രധാനമായും സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിർത്തി നഗരങ്ങളായ കൊനാരക്, ചോഗാദക് എന്നിവിടങ്ങളിലും ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി പ്രാദേശിക മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഈ പ്രദേശങ്ങളിൽ വ്യോമ പ്രതിരോധ സൈറണുകൾ മുഴങ്ങിയതും ആകാശത്തേക്ക് മിസൈലുകൾ കുതിച്ചുയർന്നതും ജനങ്ങൾക്കിടയിൽ കടുത്ത പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സ്ഫോടനങ്ങളുടെ യഥാർത്ഥ ഉറവിടം എന്താണെന്നതിനെ കുറിച്ച് ഇപ്പോഴും പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം സൈനികാഭ്യാസങ്ങളുടെ ഭാഗമായി നടന്നതാണോ അതോ ശത്രു രാജ്യങ്ങളുടെ ആസൂത്രിതമായ വ്യോമാക്രമണമാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. കനത്ത സുരക്ഷാ നിരീക്ഷണത്തിലുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് സമീപം സ്ഫോടനങ്ങൾ ഉണ്ടായത് ഇറാന്റെ പ്രതിരോധ മന്ത്രാലയത്തെ പോലും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ആക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകൾ ലോകമാധ്യമങ്ങൾ ഏറ്റെടുത്തതിന് പിന്നാലെ പതിവ് പോലെ ആദ്യ സംശയമുനകൾ നീണ്ടത് അമേരിക്കയ്ക്ക് നേരെയായിരുന്നു. എന്നാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സമയപരിധിയിൽ ഇറാനിലെ ഒരു കേന്ദ്രത്തിന് നേരെയും തങ്ങൾ ആക്രമണം നടത്തിയിട്ടില്ലെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അൽ അറബിയ തുടങ്ങിയ പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് വാഷിംഗ്ടണിന് ഈ നീക്കത്തിൽ പങ്കില്ലെന്ന ഔദ്യോഗിക വൃത്തങ്ങളുടെ പ്രസ്താവന പുറത്തുവിട്ടത്. തങ്ങൾ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കിയതോടെ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ മറ്റേതോ പ്രാദേശിക ശക്തികളാണെന്ന തരത്തിലുള്ള ഊഹാപോഹങ്ങൾ ശക്തമായി. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സഖ്യസമവാക്യങ്ങൾ മാറിമറിയുന്ന പശ്ചാത്തലത്തിൽ അയൽ രാജ്യങ്ങളായ ചില ഗൾഫ് രാഷ്ട്രങ്ങൾക്കോ അല്ലെങ്കിൽ ഇസ്രായേലിനോ ഇതിൽ പങ്കുണ്ടാകാമെന്ന തരത്തിലുള്ള വാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. എന്നാൽ ഇത്തരം പ്രചാരണങ്ങൾക്കൊന്നും തന്നെ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ലഭിച്ചിട്ടില്ല. ഇറാൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു വിശദീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ശത്രുക്കളുടെ മിസൈലുകളോ ഡ്രോണുകളോ തടഞ്ഞു വിട്ടിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമാക്കാൻ ടെഹ്റാൻ തയ്യാറായിട്ടില്ല. ഈ ദുരൂഹമായ മൗനം പശ്ചിമേഷ്യൻ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ കൂടുതൽ സംശയങ്ങൾക്ക് ഇട നൽകുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഈ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ദൃശ്യങ്ങളും അവകാശവാദങ്ങളും പ്രചരിക്കുന്നുണ്ടെങ്കിലും അവയിൽ ഭൂരിഭാഗവും ഇതുവരെ സ്ഥിരീകരിക്കപ്പെടാത്തവയാണ്. പുകപടലങ്ങൾ ഉയരുന്നതിന്റെയും ആകാശത്ത് വെളിച്ചം മിന്നുന്നതിന്റെയും പഴയ വീഡിയോകൾ പോലും പുതിയ സംഭവങ്ങൾ എന്ന വ്യാജേന പ്രചരിക്കുന്നുണ്ട്. വിവരയുദ്ധത്തിന്റെ ഈ കാലഘട്ടത്തിൽ വ്യാജ വാർത്തകൾ ജനങ്ങൾക്കിടയിൽ ഭീതി വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്ന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ബുഷർ ആണവ നിലയത്തിന് സമീപമുണ്ടായ സ്ഫോടന വാർത്തകൾ അന്താരാഷ്ട്ര സമൂഹത്തെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ആണവ നിലയത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ അത് മേഖലയിൽ വൻ ദുരന്തത്തിന് കാരണമാകും. മുൻപും ഈ മേഖലയ്ക്ക് സമീപം സമാനമായ രീതിയിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതിനാൽ കടുത്ത ജാഗ്രതയിലാണ് ഇവിടുത്തെ സുരക്ഷാ വിഭാഗം. അതുപോലെ തന്നെ തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖത്തിന് സമീപത്തെ സ്ഫോടനങ്ങൾ ആഗോള വ്യാപാര മേഖലയിലും ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന ഈ തുറമുഖം ഇറാന്റെ മാത്രമല്ല മറ്റു പല ഏഷ്യൻ രാജ്യങ്ങളുടെയും വ്യാപാര പാതയാണ്. ഇവിടെ ഉണ്ടാകുന്ന ഏത് അസ്ഥിരതയും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെയും ചരക്കു നീക്കത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മേഖലയിലെ സാഹചര്യം അങ്ങേയറ്റം സങ്കീർണവും ഏതു നിമിഷവും മാറിമറിയാവുന്നതുമായ അവസ്ഥയിലാണ് തുടരുന്നത്. നയതന്ത്ര ചർച്ചകളിലൂടെയോ ഉടമ്പടികളിലൂടെയോ പരിഹരിക്കാൻ കഴിയാത്ത വിധം രാജ്യങ്ങൾ തമ്മിലുള്ള അവിശ്വാസം വർദ്ധിച്ചു വരികയാണ്. ഒരു ചെറിയ തെറ്റായ ധാരണ പോലും വലിയൊരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന അവസ്ഥയിലാണ് നിലവിൽ പശ്ചിമേഷ്യയുള്ളത്. അമേരിക്ക ഈ ആക്രമണത്തിൽ പങ്കില്ലെന്ന് വ്യക്തമാക്കുമ്പോഴും തങ്ങളുടെ സഖ്യകക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന സന്ദേശം അവർ നൽകുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ സൈനിക സാന്നിധ്യം ശക്തമായി നിലനിർത്താൻ തന്നെയാണ് വാഷിംഗ്ടണിന്റെ തീരുമാനം. ഇത് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. വരും ദിവസങ്ങളിൽ ഇറാന്റെ ഭാഗത്തു നിന്നും എന്ത് തരത്തിലുള്ള ഔദ്യോഗിക പ്രതികരണമാണ് ഉണ്ടാവുക എന്നത് നിർണായകരമായിരിക്കും. ആഭ്യന്തരമായി ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനൊപ്പം ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള വെല്ലുവിളികളെ തടയാൻ തങ്ങൾ സജ്ജമാണെന്ന് കാണിക്കേണ്ട ബാധ്യതയും ഇറാൻ സൈന്യത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അതിർത്തികളിൽ സൈനിക നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ മിഡിൽ ഈസ്റ്റിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പ്രായോഗിക തലത്തിൽ അത് എളുപ്പമല്ല. എണ്ണ വിപണിയെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും നേരിട്ട് സ്വാധീനിക്കുന്ന മേഖലയായതിനാൽ ലോകരാജ്യങ്ങളെല്ലാം കൺതുറന്നാണ് ഇവിടുത്തെ ഓരോ ചലനങ്ങളെയും വീക്ഷിക്കുന്നത്.
തെക്കൻ ഇറാനിലെ ഈ പുതിയ സംഭവ വികാസങ്ങൾ കേവലം പ്രാദേശികമായ ഒരു പ്രശ്നമല്ല, മറിച്ച് അത് പശ്ചിമേഷ്യയിലെ വലിയൊരു അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. വരും മണിക്കൂറുകളിൽ പുറത്തുവരുന്ന ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾക്കും രഹസ്യാന്വേഷണ വിവരങ്ങൾക്കും മാത്രമേ ഈ ദുരൂഹതകളുടെ ചുരുളഴിക്കാൻ സാധിക്കൂ. അതുവരെ മിഡിൽ ഈസ്റ്റ് യുദ്ധഭീതിയുടെ നിഴലിൽ തന്നെ തുടരും.